ഹലോ. ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച കാര്യം ഒരു അവിയൽ സാമ്പാർ. അതിൽ നമ്മൾ പച്ചക്കറികൾ നമ്മളുടെ എല്ലാവിധ പച്ചക്കറികളും അതിനകത്തോട്ട് ഇടും എന്ന് പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അത് ഒരു ബന്ധവും എല്ലാവരുമായിട്ടൊന്നും കണക്ഷനൊന്നും കാണത്തില്ല, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ടെന്നുള്ളൊരു ധാരണ. അപ്പം ആദ്യമേ തന്നെ പറയാം, കഴിഞ്ഞ ദിവസം എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം ഒരാൾക്കാണ് ഫയലെടുത്ത് നമ്മൾ കാണിക്കുന്നത്, മറ്റേ ആൾക്ക് തന്നെ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറോട് മറ്റേ ആളെയും കൂടെ നോക്കിക്കാതെ. അപ്പോൾ ഡോക്ടർ നോക്കിയെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, മോള് വർത്താനമൊക്കെ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്നുണ്ട്, എന്നാലും മറ്റേ ആളുടെ അത്രയും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാം മറുപടി കൊടുത്തു. അപ്പം ടി വിയോ ഫോണോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം, ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർത്തണം എന്നും പറഞ്ഞു. ഓക്കെ, അങ്ങനെ. കാരണം കുട്ടി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന് റീസൺ പോലെ അതൊരു ടി വിയുടെയോ ഫോണിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ അതൊന്നുമല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കുട്ടികളല്ല, കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം സംസാരം വളരെ കുറവാണ്. അതിപ്പം കുട്ടികളോട് നമ്മൾ പറയും ടി വി ഫോണൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കണം, ഇതാണെന്ന് പറയും. അപ്പം വലിയ ആൾക്കാരോ അവർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അവർ സംസാരിക്കണമെങ്കിലും ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. കാരണം ഇപ്പോൾ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേയൊക്കെ സോഷ്യൽ മീഡിയ അല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു ഇലക്ട്രോണിക് ഉപകരണം നേരത്തെ ഫോണായിട്ടുണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാൻ, ആശയവിനിമയങ്ങൾ പറയാനായിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഓരോ വേർഷൻ പുതിയത് വരും തോറും കൂടുതൽ അപ്ഡേഷൻസ് വന്ന് സംസാരം വളരെ കുറഞ്ഞിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരുന്ന് സ്ക്രോൾ ചെയ്ത് ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു, അങ്ങനെ മാത്രമായി മാറി. ഇപ്പോൾ എന്താ പറയുക, നേരത്തെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അയക്കുന്ന റിയാക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ മെസ്സേജിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ അതിന് പകരം നമുക്കൊരു ഹാർട്ട് കൊടുത്താൽ അയാളുടെ ആ ഒരു എന്താ പറയുന്ന സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ അത് വന്ന് കിടന്നോളും. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളതിൽ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് നേരെ നമ്മുടെ ചാറ്റിലോട്ട് വരികയോ നമുക്ക് പിന്നെ ഒത്തിരി നാളെ കണ്ടിട്ട് അങ്ങനെ ഒരു പരിചയം പുതുക്കലിൻ്റെ ആവശ്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം എന്താ പറയുക, ഇനി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറിയുടെ നമുക്കല്ലാണ്ട് മെസ്സേജ് അയക്കാമല്ലോ, അതിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അത്ര കൂടി സംസാരിക്കത്തില്ല. എന്നാൽ നേരിട്ട് കണ്ട് സംസാരിക്കാനും അതിനും ആരുടെയും കയ്യിൽ സമയമില്ല. എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും നമ്മുടെ ഫോൺ ആയിരിക്കും. അപ്പം അതിൽ സമയം കളയാനായിട്ടും പുതിയ ഫോട്ടോസ് എടുക്കുക, പോസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക അതിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ സംസാരം എന്ന് പറഞ്ഞൊരു കാര്യമേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞാൻ പല സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളിൽ, വീട്ടിൽ സ്കൂളിൽ പോകാനൊക്കെ പറ്റാതെ, കോളേജിലൊക്കെ ആണെങ്കിലും പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടൊന്നും ആരുമില്ലാണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അടുത്തുള്ള ആൾക്കാരായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവാറില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും, പുറത്തോട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർത്താനം പറയാനായിട്ടുള്ളൊരിത് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയാലും അല്ലെങ്കിൽ പുറത്തോട്ടും പോയാൽ ആരെങ്കിലും കണ്ടാൽ ഞാൻ കൂടുതലും, ആരെങ്കിലും അല്ല പരിചയക്കാരാണെങ്കിലും ചിലപ്പോൾ പരിചയമില്ലാത്തവരോട് പോലും ഇരുന്ന് വർത്താനം പറയും. അപ്പം അങ്ങനൊരു സംസാരിക്കാനായിട്ടുള്ളൊരിത് ടെൻഡൻസി എനിക്കങ്ങ് കൂടി വരുന്നു. പക്ഷേ എനിക്ക് മുന്നിൽ വരുന്ന, അല്ലെങ്കിൽ എനിക്കങ്ങനെ മുന്നോട്ട് ആരും അങ്ങനെ വരാറില്ല. കാരണം ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ പുറത്തുനിന്ന് ആരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. പിന്നെ ഫോണിലാണെങ്കിലും പരിചയക്കാരാണല്ലോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരാണെങ്കിൽ കൂടി ലൈക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടെ സംസാരം എന്ന് പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ പണ്ട് എന്നോട് മെസ്സേജ് അയച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കാണെന്ന് അറിയാൻ പറ്റും, ഞാൻ കൂടുതലും വോയിസ് മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. കാരണം വോയിസ് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാനായിട്ട് അങ്ങനെ അധികം ആരുമില്ല. പിന്നെ കൂടുതലും ഞാൻ വോയിസ് അയച്ചാലും കേൾക്കാനുള്ള, അപ്പോൾ തിരക്കുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും ഏറ്റവും നല്ലത്, വോയിസ് അയക്കരുതെന്ന് പറയും. അപ്പം എന്താ പറയുക, വർത്താനം പറയാനുള്ള ഒരിത് കുറഞ്ഞു വന്നു. അപ്പോൾ കുട്ടികളുടെ ഒക്കെ നമ്മൾ പറഞ്ഞ തന്നെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വലിയ ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്.
കാരണം നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയമാണ് ഫോണൊക്കെ യൂസ് അത് ശരിയല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മറ്റുള്ള ആളുടെ അടുത്തുള്ള നമ്മുടെ ഫീലിങ്സ് പോലും നേരത്തെ നമ്മുടെ കണ്ണ് നോക്കിയാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് സന്തോഷം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മുഖത്തേക്ക് നോക്കാനായിട്ടുള്ളൊരു സമയം കൂടിയും എന്താ പറയുക ആർക്കും ഇല്ലാത്തൊരു കാലമാണ്. നമ്മൾ കൂടുതൽ സമയം ഫോണിൽ പെട്ടെന്ന് എന്തെല്ലാം എന്താ പറയുക കാര്യങ്ങളാണ് വരുന്നത്, അതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആ ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. അപ്പം എന്താ പറയുക, കുട്ടികളോട് പറയുന്ന പോലെ തന്നെ മുതിർന്നവരുടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഒരു ചിന്തിക്കാനുള്ള ശേഷിയും ഒക്കെ ഉണ്ട്. ചിന്താശേഷി നഷ്ടപ്പെട്ടവരെ നമുക്കറിയത്തില്ല. കാരണം ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അപ്പം ഞാൻ കൂടുതലും എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നേരത്തെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യം പറ്റാത്തൊരിത് കൊണ്ട് തന്നെ ഞാനും എന്താ ചെയ്യുക, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, യൂട്യൂബ് അപ്ലോഡ് ചെയ്യുക. അതാണിപ്പോൾ ചെയ്യുന്നൊരു കാര്യം. അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് കൂടുതലും ഹൈഡൻ പുറകെ ഓടണം. അപ്പോൾ ആ സമയത്ത് സംസാരിക്കണമുണ്ടെങ്കിൽ പോലും അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് വരത്തില്ല. കാരണം അതിനുള്ളൊരു സമയമില്ല. ഈ സമയമില്ലായ്മ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഫോണിലെടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ഫോണെടുത്ത് സംസാരിക്കുന്ന ഫോണെടുത്ത് റീൽസ് കാണുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് എന്താണോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയമുണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കി വെക്കാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തൊരു കാര്യമാണ്. ഇപ്പം പണ്ട് കുറച്ച് പഴയൊരു ഒരു പോസ്റ്റാണ്. അതായത് ഒരു പ്രായമായുള്ളൊരു അപ്പച്ചനോ അമ്മച്ചോ ആരുടെ ഒരാളുടെ ഫോണിന് കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുക്കാൻ പോണ വഴിക്ക് മോനെ ഇത് നോക്കിക്കേ, ഇതിലേക്ക് കോളൊന്നും വരുന്നില്ലെന്ന് പറയും. അപ്പം എന്തോ തകരാറ് സംഭവിച്ചു. അപ്പോൾ പറയുന്നു ഇതിലേക്ക് കോൾ വരാനായിട്ടുള്ള വരാതിരിക്കാനുള്ള തകരാറുമില്ല, ഫോണിൻ്റെ കുഴപ്പമല്ല, ഇതിലേക്ക് ആരും കോൾ ചെയ്തിട്ടില്ല എന്ന് പറയും. അതിപ്പം സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സംസാരിക്കാനുള്ള ഒരിത് എൻ്റെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എൻ്റെ അപ്പച്ചിയാണ്. വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങിക്കണം, എന്തെടുക്കുന്നു, അങ്ങനെയുള്ള കാരണം ചോദിച്ചിരുന്നു. അപ്പം ആ ഒരു കോളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വീട്ടിലെത്തുന്നത് വരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കണമെങ്കിലും വാപ്പിച്ചിയുടെ ഫോണിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എന്താ പറയുക, നമ്മൾ ഫോൺ കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്ക് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വാപ്പിച്ചിയുടെ കോള് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോൺ എവിടെയും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ് എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞ മടുപ്പ് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റസ് എന്നുള്ള സംഭവത്തിൻ്റെ അവിടെ പുതിയൊരു അപ്ഡേഷൻ വന്നതിൽ ലൈക്ക് ചെയ്യാം എന്നുള്ളതാണ്. അത് വന്നതോടുകൂടി കൂടുതലും നമുക്ക് ഫ്രണ്ട്സായിട്ടുള്ള മെസ്സേജ് വളരെ കുറഞ്ഞു പോയി. കാരണം ആ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്തിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന അതുകൂടി ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ സംസാരമൊക്കെ എല്ലാവരുടെയും പൊതുവെ കുറഞ്ഞു. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇതായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് സംസാരിച്ചൊക്കെ ചിലപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വന്നിങ്ങനെ സംസാരിക്കേണ്ട ഒരു ഇതുകൂടി ഉണ്ടാവത്തില്ലായിരിക്കും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു, സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. ഒരു ഡോക്ടറുടെ വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മധുരം കൊടുക്കാതെ ബിസ്ക്കറ്റ് നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പല്ലെല്ലാം ചീത്തയെ പെട്ടെന്ന് കേട് വരുന്നെന്നും പറഞ്ഞു. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ ഷെയർ ചെയ്ത് എനിക്ക് അത് കണ്ടതുകൊണ്ട് അങ്ങനെ വലിയ ഗുണമില്ല. കാരണം നമ്മളാണ് കുട്ടികൾക്ക് വീട്ടിൽ ഇപ്പം നമ്മളാണ് ചോക്ലേറ്റ് കൊടുക്കരുത്, അത് കൊടുക്കത്തില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം അവരെ അങ്ങനെ ആരും കാണാണ്ട് വിസിറ്റേഴ്സ് ആരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോന് ഗുണമൊന്നുമില്ല. പക്ഷേ വേറെ ഏതെങ്കിലും കുട്ടികളെ കാണുമ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടെന്ന് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത്. ഇവിടെ എൻ്റെ കുട്ടികളെ കാണാനായിട്ട് അങ്ങനെ ആരും വരാറില്ല. വിസിറ്റേഴ്സ് വളരെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, ചോക്ലേറ്റ് ആ ഒരു ഇതിട്ടുള്ളൊരു വാർണിംഗ് മെസ്സേജിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. ഞാൻ മറ്റുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഷെയർ ചെയ്ത ഒരു എന്താ പറയുക ഒരു വീഡിയോ ആയിരുന്നത്. അപ്പം
പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നേരത്തെ സ്കൂളിലൊക്കെ പോയ സമയത്ത് നമ്മൾ ആരുടെയെങ്കിലും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നല്ലതാണല്ലോ എനിക്കും ഇത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഡ്രസ്സ് ഇതുപോലെ തയ്ക്കണം, അങ്ങനെ എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മിക്കവർക്കും അത് പറയാൻ ഭയങ്കര മടിയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ അവരുടെ ട്രെൻഡ് അല്ല അവരെടുത്തത് നമ്മളെടുക്കുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതലും ആരോടും അങ്ങനെ ചോദിക്കാറില്ല. ഒരു തവണ 2 തവണ എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാറില്ല. കാരണം എനിക്കും എൻ്റേതായിട്ടുള്ള ഇഷ്ടം, എനിക്ക് വേണ്ടത് ഞാൻ സെലക്ട് ചെയ്യുന്നു. മറ്റുള്ള ആളെ നോക്ക് അത് വേണ്ട, ഓക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടം എന്ന് കരുതി ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എല്ലാവരും അവർ ഉപയോഗിക്കുന്നതാണെങ്കിലും ഉപയോഗിക്കാത്തതാണെങ്കിലും കൊള്ളാവുന്നതാണെങ്കിലും അവ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് വരെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനൊരു വിശാല മനസ്കത എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ നോക്കിയിട്ട്. പണ്ടല്ല എനിക്കറിയാവുന്ന ആൾക്കാർ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ചോദിക്കാൻ തന്നെ എനിക്ക് ചോദിക്കേണ്ട, കൊള്ളാം, ഞാൻ മനസ്സിൽ വിചാരിക്കാം കൊള്ളാം, നീ കൊള്ളാമെന്ന് പറഞ്ഞാലോ അതെനിക്കറിയാമെന്നുള്ളൊരു ഭാവം. ആ സമയം ഇപ്പം കമൻറ്റിൽ വാവ് സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അതിന് ലൈക്ക് ചെയ്യാനും ആൾക്കാരുണ്ട്. വളരെ വളരെ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഓരോ മനുഷ്യന്മാരും മാറി അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനിയും ഉണ്ട്, പക്ഷേ ഇപ്പോൾ സംസാരിച്ച് ഫുള്ളാക്കി തീർക്കാനുള്ളൊരു സ്പേസ് എൻ്റെ ഫോണിലില്ല. അതുകൊണ്ട് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ഉള്ള സംഭവങ്ങളായിട്ട് വരാം. ടാറ്റാ.